ഒരാള് മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മരണ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത കുടുംബക്കാരാണ് അതുമായി ഇടപെടൽ ശ്രേഷ്ഠതയുള്ളത്. ഫുഖാക്കൾ പഠിപ്പിക്കുന്നുണ്ട്, മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള മഹാത്മാക്കൾ പറയുന്നുണ്ട്, വയതവല്ല ജമീഅ ദാലിക അർഫഖു മഹാരിമിഹി. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുടുംബബന്ധം അടുത്ത ആളുകളാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ മരണാസന്നനായി കിടക്കുന്ന വ്യക്തി, ആ വ്യക്തിയുടെ അടുക്കല് മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കലിമ ചൊല്ലിക്കൊടുക്കുമ്പോൾ മക്കളെക്കാളും കൂടുതൽ ചൊല്ലിക്കൊടുക്കാൻ നല്ലത് സഹോദരങ്ങളാണെന്നാണ്. കാരണം ഒരാള് മരിച്ചു കഴിഞ്ഞാൽ അനന്തരാവകാശം വരുന്നത് ആണുങ്ങളിൽ 15 അവകാശികളും പെണ്ണുങ്ങളിൽ 10 പേരുള്ളത്. അനന്തരാവകാശം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ അതുമായി അല്പം പോലും ധാരണയില്ല എന്നുള്ളത് വലിയൊരു വസ്തു തന്നെയാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവകാശികളായി വരുന്നത് ആണുങ്ങളിൽ 15 പേരും പെണ്ണുങ്ങളിൽ 10 പേരുമാണ്. അതില് മക്കള് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ആണ് മരിച്ചാലും പെണ്ണ് മരിച്ചാലും, അപ്പോൾ സഹോദരങ്ങൾക്ക് അതിൽ നിന്നുകൊണ്ട് അവകാശം വരില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ ഒരാള് മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത്, മരണാസന്നായി കിടക്കുന്ന വ്യക്തിയുടെ അടുക്കല് കലിമ ചൊല്ലി കൊടുക്കാൻ നല്ലത് മക്കളെക്കാളും സഹോദരങ്ങളാണ്. കാരണം ആ സമയത്ത് ചിലപ്പോൾ ഇയാൾക്ക് തോന്നാം, എൻ്റെ അനന്തരാവകാശം കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഇവർ കലിമ ചൊല്ലി തരണമെന്ന് ചിലപ്പോൾ മക്കൾ തരുമ്പോൾ തോന്നിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവര് ചൊല്ലി കൊടുക്കേണ്ടതാണ് നല്ലത്. അതുപോലെ ഇനി ഒരാള് മരിച്ചത് എങ്ങനെയാണ് ഉറപ്പിക്കേണ്ടത്? കാണാം, നല്ല ഡോക്ടറെ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ നല്ലൊരു വൈദ്യൻ മരിച്ചു എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് അയാൾ മരിച്ചെന്ന് ഉറപ്പിക്കണം. എന്നാൽ തന്നെ ഇപ്പോൾ ഇന്തോനേഷ്യയിൽ ഒരു സംഭവം ഉണ്ടായല്ലോ, ഒരാള് മരണപ്പെട്ടു, മരിച്ച ആളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ പെട്ടെന്ന് അവിടെ എണിച്ചോടുകൂടി കുളിപ്പിക്കുന്ന ആള് പേടിച്ച് മരണപ്പെട്ടു പോയി. സാധാരണ സോഷ്യൽ മീഡിയയിൽ പലതും വരും, ഇല്ലാത്തതൊക്കെ വരും, പക്ഷെ ഇത് ഉള്ള സംഭവമാണ്. അതുപോലെ ഇപ്പോൾ ഈ അടുത്ത് തെക്ക് ഭാഗത്ത് പത്തനംതിട്ടയിലാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഒരു ആംബുലൻസിൽ ഒരാളെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോൾ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. അപ്പോൾ അതിൽ നിന്ന് മരിച്ചു എന്ന് പറഞ്ഞ ആൾ എണിച്ചു വന്നു. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ മരിച്ചു എന്ന് ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇല്ലാല അഫാദുൽ അത്വിബ, നല്ല രോഗലക്ഷണങ്ങൾ അറിയുന്ന, മരണപ്പെട്ടു എന്നറിയുന്ന രൂപത്തിലുള്ള, ഇതൊക്കെ എല്ലാ സംവിധാനങ്ങളുണ്ട്, പൾസ് എത്രയുണ്ട്, എല്ലാം നമുക്കറിയാവുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് മരിച്ചു എന്ന് ഉറപ്പിക്കണം. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാലോ ആ മനുഷ്യനെ ഖിബ്ലക്ക് നേരെ തിരിച്ചു കിടത്തണം. മനസ്സിലായോ? മരിക്കുന്നതിന് മുമ്പ് ഖിബ്ലക്ക് നേരെ തിരിച്ചു, ഇനിയിപ്പോൾ അത് പറ്റിയെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഖിബ്ലക്ക് നേരെ മുന്നിടിച്ചുകൊണ്ട് കിടത്തണം. ആ കിടത്തേണ്ട രൂപങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നത് കൊണ്ട് അതിലേക്ക് കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മരിച്ചു കഴിഞ്ഞു എന്ന് ഒരാള് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യമായി ചെയ്യേണ്ട കാര്യം മഹാന്മാരായ ഫുഖഹാക്കൾ പഠിപ്പിക്കുകയാണ്, അയാളുടെ 2 കണ്ണുകൾ അടിച്ചു കൊടുക്കുക. കാരണം മരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കണ്ണ് തുറന്നിട്ടായിരിക്കും മരിക്കുക. മഹാനായ സയ്യിദുനാ അബൂ സലമ റളിയല്ലാഹു അൻഹു സഹാബക്കളിൽ പ്രമുഖനാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയെ ആദ്യം കല്യാണം കഴിച്ച വ്യക്തിയാണ് അബൂ സലമ. അബൂ സലമ എന്നവർ മരണപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സലമയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ
അവിടുത്തെ കണ്ണുകൾ തുറന്നിരിക്കുകയാണ്. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ഇദാ ഖുബിദറു തബിഅഹുൽ ബസറു. ഒരാളുടെ ആത്മാവിനെ പിടിക്കപ്പെടുമ്പോൾ അയാളുടെ റൂഹ് പോകുന്ന സമയത്ത് അയാളുടെ കണ്ണതിനെ പിന്തുടരും. തബിഅഹുൽ ബസർ, അയാളിങ്ങനെ നോക്കും. ആത്മാവിനെ കൊണ്ടുപോകുമ്പോൾ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം വന്നിട്ട് അയാളുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് ഈ മനുഷ്യർ ഇങ്ങനെ നോക്കുന്ന സമയത്ത് സംവേദമായ രൂപത്തിൽ വളരെ പ്രയാസത്തോടുകൂടി വിഷമത്തോടുകൂടി തപിക്കുന്ന ഹൃദയത്തോടു കൂടിയിട്ട് സജലങ്ങളായ കണ്ണുകളോടുകൂടി ഈ ലോകത്ത് നിന്നുകൊണ്ട് വിട ചൊല്ലുന്ന ആ സമയത്ത് ഈ മനുഷ്യരിങ്ങനെ നോക്കുന്ന സമയത്ത് അവന്റെ കണ്ണുകൾ ഇങ്ങനെ തുറന്നിരിക്കുമോ. അത് ചിലപ്പോൾ അഭംഗിയാകും, അല്ലെങ്കിൽ വിരൂപമായ രൂപമാകും. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സലമാണ് കണ്ണുകൾ അടക്കാൻ വേണ്ടി ആദ്യം പറഞ്ഞു. എന്നിട്ട് നബി തങ്ങൾ ദുആരക്കുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ. അല്ലാഹുവേ അല്ലാഹുവേ അബൂ സലമാക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. വർഫഅ ദറജതഹു, അബൂ സലമായുടെ ദറജ നീ ഉയർത്തണേ റബ്ബേ. വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ, ഉന്നതമായ സ്ഥാനം നാളെ പാരത്രിക ലോകത്ത് നീ നൽകണേ അല്ലാഹ്. അബൂ സലമ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ മുഈനിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ 327ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ബിഇജ്മാഇൽ ഉലമാ, പണ്ഡിത ലോകത്ത് സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ് മരിച്ച വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ദുആ ചെയ്യണമെന്ന്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ്. നമ്മൾ പലപ്പോഴും മരിച്ച വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നിന്ന് ചിരിച്ചിട്ട് എല്ലാവരെയും കണ്ടാൽ ഞാൻ എത്തിയിട്ടുണ്ടോ ഒന്ന് അറിയിച്ചിട്ട് അങ്ങോട്ട് പോരും. അങ്ങനെയല്ല, അവിടെ നിന്ന് ദ്വാരക്കണം. നിനക്കിപ്പോൾ അറബി അറിയില്ല, മലയാളത്തിൽ ദ്വാരക്ക്. പടച്ചോനെ ഈ സഹോദരന് പുറത്തു കൊടുക്ക് റബ്ബേ, സഹോദരിക്ക് പുറത്തു കൊടുക്ക് റബ്ബേ. ഒന്നും അറിയണ്ട, ഇത്ര പഠിച്ചാൽ മതി. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ നീ മരിച്ചതിൽ പുറത്തു കൊടുക്കണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ, അല്ലെങ്കിൽ ഈ സ്ത്രീ ആണെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ, നീ ആ മയ്യത്തിന് പുറത്തു കൊടുക്കണേ ദ്വാരക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് എന്താണ്? പ്രിയപ്പെട്ടവരെ, കണ്ണുകൾ അടച്ചു കൊടുക്കുക. അങ്ങനെ ഈ കണ്ണ് അടക്കുന്ന സമയത്ത് എന്താ ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്, ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്നു, റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഈ ചര്യ ഞാൻ ചെയ്യുന്നു എന്ന് മനസ്സിൽ കരുതിയിട്ട് ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ആ കണ്ണുകൾ ഇങ്ങനെ അടച്ചു കൊടുക്കാം. എല്ലായിടത്തും ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് കേട്ടോ. മയ്യത്തിന് അങ്ങോട്ട് എടുക്കുമ്പോൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഒക്കെ അത് തന്നെ ചെല്ലേണ്ടത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ചിലരെ കാണാം എല്ലായിടത്തും ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് ചെല്ലുന്നു. അത് അറിവില്ലായ്മ കൊണ്ടാണ്, പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ ഈ കണ്ണ് അടക്കുന്ന സമയത്ത് ചിലപ്പോൾ കണ്ണുകൾ അടയാൻ പ്രയാസം ഉണ്ടാവും. എന്നാൽ എന്ത് ചെയ്യണം? ആ മനുഷ്യന്റെ പെരുവിരലിൽ പിടിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വലിക്കാം. അതേപോലെ തന്നെ ഈ കയ്യിന്റെ ഈ തോളിന്റെ ഈ ഭാഗമുണ്ടല്ലോ, അത് പിടിച്ചിട്ട് ചെറുതായിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ണടച്ചു കൊടുത്താൽ കണ്ണങ്ങോട്ട് അടഞ്ഞു പോകും. ചിലപ്പോൾ മരിക്കച്ച് കഴിഞ്ഞാൽ ആളുടെ കണ്ണടയാൻ പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. കാലിന്റെ പെരുവിരല് ചെറുതായിട്ട് ഇങ്ങനെ വലിക്കുക. അതോടൊപ്പം തന്നെ ഈ തോള് കൈ എന്ത് ചെയ്യുക, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വലിക്കാം. ഇടങ്ങേറാക്കരുത്, നല്ല വലിക്കുക. അപ്പോൾ ആ കണ്ണടഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ടത് എന്താണ്? ഒരു ശീലക്കഷ്ണം എടുക്കാം. ഒരു 4 ഇഞ്ച് വീതിയൊക്കെ ഉള്ള ഒരു ശീലക്കഷ്ണം എടുത്തിട്ട് എന്ത് ചെയ്യാം? ആ മയ്യത്തിന്റെ താടി കെട്ടിക്കൊടുക്കുക. താടി കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ നാവ് പുറത്തായിരിക്കും. മരിക്കുന്ന സമയത്ത് എത്രയോ ആളുകളുണ്ട്, അല്ലാഹു തആല കാക്കട്ടെ. എനിക്കറിയാം, മറ്റുള്ള ആളുകളെ പറ്റി കുറ്റം പറയുന്ന, സ്ഥിരമായി ഇങ്ങനെ ഈബത്തും നവീമത്തും പതിവാക്കിയിരുന്ന, പബ്ലിക്കിൽ പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷകൻ, നല്ല അറിവുള്ള ഒരാളായിരുന്നു. അയാൾ മരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? അയാളുടെ നാവ് ഇങ്ങനെ പുറത്തേക്ക് നീണ്ടെടുക്കുക. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നവവി ഇമാം റളിയല്ലാഹു അൻഹു ഒരു മസല പറഞ്ഞു. എന്താണ്? അന്യ സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കുന്നത് പോലെ തന്നെയാണ് താടിയും മീശയും മുളക്കാത്ത കുട്ടികള്, അതായത് അമൃതീങ്ങൾ എന്ന് പറയും. തീരെ ചെറിയ കുട്ടികളല്ല, മറിച്ച് പ്രായപൂർത്തിയായ ചെറിയ കുട്ടികളുണ്ടാവല്ലോ, എന്ന് വെച്ചാൽ പ്രായപൂർത്തി അടുത്ത ആ പ്രായത്തിലുള്ള കുട്ടികൾ, അവരുടെ മുഖത്തേക്ക് ചിലപ്പോൾ നോക്കി നമുക്ക് ശഹ്വത്ത് വരാം. അതുകൊണ്ട് തന്നെ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒരു മസല പറഞ്ഞു. അപ്പോൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം വിമർശിച്ചു. പക്ഷെ അദ്ദേഹം മരിക്കുന്ന സമയത്ത് നാവ് ഇങ്ങനെ പുറത്തേക്ക് നീണ്ടിട്ടായിരുന്നു.
അപ്പോൾ ഇങ്ങനെ പല ആളുകൾക്ക് ചിലപ്പോൾ സംഭവിക്കാം, നാവ് നീണ്ടു കിടക്കാം മരിക്കുന്ന സമയത്ത്. അപ്പൊ എന്ത് ചെയ്യണം? ആ നാവ് വളരെ പ്രയാസമായിരിക്കും, പുറത്ത് അകത്തേക്ക് ആക്കാൻ പറ്റുമെങ്കിൽ അകത്തേക്ക് ആക്കിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ തല കെട്ടിക്കൊടുക്കണം. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ അടുത്തതായിട്ട് മൂന്നാമതായിട്ട് പണ്ഡിതന്മാരെ എണ്ണി പറയുകയാണ്, അവന്റെ മസിലുകൾ മയപ്പെടുത്തി കൊടുക്കുക. മസില് മയപ്പെടുത്താന്ന് പറഞ്ഞാല് മരിക്കുന്ന സമയത്ത് ആ സമയത്ത് മയപ്പെടുത്തി പിന്നെ ചിലപ്പോൾ പ്രയാസാവും, കഫൻ ചെയ്യുമ്പോഴും മറ്റൊക്കെ ചിലപ്പോൾ മടങ്ങാതാവും. അതുകൊണ്ട് എന്ത് ചെയ്യണം? കൈകാലുകൾ എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പരിശീലനം നടത്തണ പോലെയല്ല, മെല്ലെ പിടിച്ചിട്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് തന്നെയാണ് മഹാന്മാരായ ഉലമാക്കൾ പറയുന്നത്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ചെയ്യാൻ ഏറ്റവും അനുയോജ്യൻ അവന്റെ വാപ്പയാണ്. വാപ്പ, കാരണം വാപ്പാനെ സംബന്ധിച്ചിടത്തോളം ഒരു മോൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ മകന് ഒന്നും പറ്റുന്ന വാപ്പ ഇഷ്ടപ്പെടില്ല. എത്ര നന്നായി ചെയ്യാൻ പറ്റുമോ ആ വാപ്പ നന്നായി അത് ചെയ്യും. അതുകൊണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും നല്ലത് വാപ്പയാണ്. അതുപോലെ തന്നെ വാപ്പാടെ വാപ്പ, ഇല്ലെങ്കിലോ മക്കള്. ഇന്നത്തെ കാലത്തെ മക്കളുടെ കാര്യമൊക്കെ പറയാൻ പറ്റൂല. അതിപ്പോ ജീവിതകാലത്തുള്ള ദേഷ്യമുണ്ടെങ്കിൽ അതൊക്കെ കൂടി മരിച്ച തീർക്കും. അങ്ങനത്തെ മക്കൾ അള്ളാഹുത്തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ മക്കള്, അതുപോലെ തന്നെ മക്കള് ഇല്ലെങ്കിലോ മക്കളുടെ മക്കള്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സഹോദരന്മാര് വരുന്നത്. മനസ്സിലായോ? അതുപോലെ സ്ത്രീ മരിക്കുകയാണെങ്കിൽ, ഇനിയിപ്പോ ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളാണ് അത് ചെയ്യാൻ ഏറ്റവും അനുയോജ്യരായിട്ടുള്ളത്. കുടുംബങ്ങളിലെ ഉമ്മ, അതുപോലെ തന്നെ മക്കള്, മക്കളുടെ മക്കൾ, ഇവരൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ ഭർത്താവിന്റെ സ്ഥാനം വരികയുള്ളൂ. ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ എന്ത് ചെയ്യാ? മസിലുകൾ മയപ്പെടുത്തി കൊടുക്കുക, കൈകൾ മെല്ലെ ഇങ്ങനെ അങ്ങോട്ടാക്കുക, അതുപോലെ തന്നെ കാല് പിടിച്ചുകൊണ്ട് ഇങ്ങനെ തുടയുടെ ഭാഗത്തേക്ക് ആയി കൊടുക്കുക. അതുപോലെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും മെല്ലെ മെല്ലെ എന്ത് ചെയ്യുക? മയപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ നാലാമതായിട്ട് എണ്ണുകയാണ് അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ മാറ്റുക. ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ മാറ്റുക. അപ്പോൾ ഒരു ആണ് മരിച്ച സമയത്ത് ചിലപ്പോൾ അവിടെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും, അന്യ സ്ത്രീകളൊക്കെ ഉണ്ടാവും, കുടുംബങ്ങളിലും സ്ത്രീകളുണ്ടാവും. നമ്മൾ ജീവിതകാലത്ത് വസ്ത്രം മാറ്റുമ്പോൾ വേറൊരാളുണ്ടാവുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടും. സഹോദരങ്ങളെ, ഞാൻ പാലക്കാട് ജില്ലയിൽ ഒരു വീട്ടിൽ ചെന്നു. അപ്പം മയ്യത്തിനെ ഇങ്ങനെ കെടുത്തിയിരിക്കുക, മയ്യത്തിന്റെ ഡ്രസ്സുകൾ ഇങ്ങനെ മാറ്റുക. അപ്പോൾ അടിവസ്ത്രം ഉണ്ട്, ഈ അടിവസ്ത്രം ചിലപ്പോൾ അയച്ചാൽ കിട്ടില്ല. അപ്പൊ കത്രിക കൊണ്ട് മുറിച്ചാണ് മാറ്റുന്നത്. അപ്പൊ നിറച്ച് പെണ്ണുങ്ങൾ അവിടെ കൂടിയിരിക്കുക. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് കാണാനാ ഇരിക്കണമെന്ന് ചോദിച്ചു. ചില സ്ഥലത്തൊക്കെ നമ്മൾ ഇടപെടണം. ഇടപെടുമ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുമൊന്നുമില്ല. ദീന്റെ വിഷയത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, കാര്യങ്ങൾ തുറന്നു പറയാം. ദീന്റെ വിഷയത്തിൽ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അപ്പൊ തുറന്നു പറഞ്ഞപ്പോൾ ചിലർക്കൊക്കെ ഇഷ്ടക്കുറവുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അന്യ പുരുഷനെ കിടത്തി ഈ ഔറത്ത് ഡ്രസ്സ് മാറുന്നിടത്ത് പെണ്ണുങ്ങൾ എന്തിനാണ് നിർത്തുന്നത്? അതൊക്കെ നമ്മൾ ചെയ്യുന്നത് രഹസ്യമായി ചെയ്യണം. വേറെ റൂമിലേക്ക് കൊണ്ടുപോവുക, വാതിലടച്ചിട്ട് ആളുകളെ അവിടെ നിന്ന് മാറ്റാം, പരസ്യമായി ആ ഹോളിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ അത് എന്താണെങ്കിലും അടിവസ്ത്രം ഉൾപ്പെടെയുള്ളത് മരിച്ചു കഴിഞ്ഞാൽ മാറ്റുക. എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് എന്താണ്? നല്ല ലഘുവായ ഒരു വസ്ത്രം, ഹഫീഫത്തായ വളരെ ലഘുവായ ഒരു തുണി, മുഴുവൻ മൂടുന്ന തുണികൾ എന്ത് ചെയ്യുക? ധരിപ്പിക്കാൻ. ലഘുവായത് മൃദുവായതായിരിക്കണം മയ്യത്തിന് ധരിപ്പിക്കേണ്ടത്, കട്ടിയുള്ളതാവാൻ പാടില്ല. അഞ്ചാമതായിട്ട് മഹാന്മാരായ ഉലമാക്കൾ എണ്ണുകയാണ്. അതുപോലെ തന്നെ അതിനുശേഷം ചെയ്യേണ്ടത് കട്ടിയുള്ള ഒരു വസ്തു. കട്ടിയുള്ളതെന്ന് വലിയ പാറക്കല്ലൊന്നും കയറ്റി വെക്കാൻ പാടില്ല. ചെറിയ കട്ടിയുള്ള ഒരു വസ്തു എന്ത് ചെയ്യുക? വയറിന്റെ ഭാഗത്ത്, ശരീരത്തിൽ എന്ത് ചെയ്യുക? വെക്കുക. മനസ്സിലായോ? അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. വല്ല മാലിന്യങ്ങളുണ്ടെങ്കിൽ അത് പോകുവാനും, അതുപോലെ തന്നെ ഈ വസ്ത്രങ്ങളൊക്കെ പറന്നു പോകാതിരിക്കാനൊക്കെ ഗുണപ്പെടും. അതുകൊണ്ട് കനമുള്ള ഒരു സാധനം എന്ത് ചെയ്യുക? മയ്യത്തിന്റെ ശരീരത്തിന്റെ മുകളിൽ വെക്കുക. അതുപോലെ തന്നെ മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്, അതുപോലെ തന്നെ മയ്യത്തിനെ ഉയരമുള്ള ഒരു സ്ഥലത്ത് കിടത്തുക. മയ്യത്തിനെ ഉയരമുള്ള ഒരു സ്ഥലത്ത് കിടത്തുക. ആ കിടത്തുന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം? പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഉറുമ്പുകൾ അതുപോലെ തന്നെ മറ്റുള്ളതൊക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൽ നിന്നുകൊണ്ട്, അത്തരത്തിലുള്ള ജീവികളിൽ നിന്നുകൊണ്ടുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന രൂപത്തിൽ കട്ടിൽ പോലെയുള്ള ഉയരമുള്ള എന്തെങ്കിലും സ്ഥലത്തായിരിക്കണം കിടത്തേണ്ടത്. ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തും ഒരു വസ്വാസ് ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ മയ്യത്തിനെ കൈ കെട്ടണോ കെട്ടണ്ടേ എന്നുള്ളത്. നിസ്കരിക്കാൻ നേരത്തെ നമ്മൾ കെട്ടാറുണ്ടല്ലോ ഇഹ്റാമിൽ. അതേപോലെ തന്നെ കൈ കെട്ടണോ കെട്ടണ്ടേ? മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു, കെട്ടുകയും ചെയ്യാം. ഇനി എന്ത് ചെയ്യാം? ഇങ്ങനെ സാധാരണ പോലെ അറ്റൻഷൻ രൂപത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യാം? നമ്മൾ
ഇടുകയും ചെയ്യാം. ഇപ്പോൾ ഒരു ആൾക്ക് നല്ല വയറൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം എന്താവും, ചിലപ്പോൾ കൈ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലെ പ്രയാസമാവും. അപ്പോൾ ചിലയിടത്തൊക്കെ ചില ആളുകൾ നിർബന്ധം പിടിക്കുന്നതാണ്, കൈ കെട്ടണം എന്ന് എന്ത് ചെയ്യാം, നിർബന്ധം പിടിക്കുന്നത് കാണാം. എന്നാൽ അങ്ങനെ ഒരു സംഭവമില്ല. കൈ കെട്ടുകയും ആവാം, കെട്ടാതിരിക്കുകയുമാകാം. ഇത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് കിബിലക്ക് മുന്നിടിച്ച് കിടത്തുന്നത് പോലെ തന്നെയാണ് മരിച്ചു കഴിഞ്ഞാൽ കിടത്തേണ്ടത്. കിടത്തലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ 2-3 സഹോദരങ്ങൾ സംശയം പറഞ്ഞു. അപ്പൊ അത് ഒന്നുകൂടി വിശദീകരിക്കാം. കിടത്തുകയാണെങ്കിൽ കിബിലക്ക് മുന്നിടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് ഇപ്പൊ നമ്മുടെ ആ ഭാഗമാണല്ലോ വടക്ക് ഭാഗം വരുന്നത്. വടക്ക് ഭാഗത്ത് തല വരുന്ന രൂപത്തിലും ഈ തെക്ക് ഭാഗത്ത് കാല് വരുന്ന രൂപത്തിലേക്കുമായിട്ട് കിടത്താം. അപ്പൊ കിടത്തുമ്പോൾ എന്ത് ചെയ്യണം, മയ്യത്തിനെ ചരിച്ചായിരിക്കണം കിടത്തേണ്ടത്. അത് തലയിണയോ മറ്റെന്തെങ്കിലും വെച്ച് ചരിച്ചു കിടത്താം. അത് പ്രായോഗികമല്ല, കാരണം ചെറിയ പ്രയാസങ്ങളുണ്ട്. അല്ലെങ്കിലോ നമ്മുടെ ഈ ഭാഗത്തേക്ക് വടക്ക് ഭാഗത്തിന് പകരമായി തെക്ക് ഭാഗത്ത് തല വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, വടക്ക് ഭാഗത്തേക്ക് കാല് വെച്ചുകൊണ്ട് കിടത്താം. അപ്പോഴും കിബിലക്ക് തിരിച്ചു കിടത്തണം, തല മാത്രം തിരിച്ചു കിടത്താൻ പറ്റില്ല. അങ്ങനെ ഒരു രീതിയില്ല, മുഴുവനായി കിടത്താം. ഇനി അതിന് പറ്റിയില്ലെങ്കിലോ മൂന്നാമത്തെ രൂപം, അതാണ് നമ്മുടെ നാടുകളിലൊക്കെ അധികവും ചെയ്യാറുള്ളത്. എന്ത് ചെയ്യാം, നേരെ ആ ഭാഗത്തേക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കാല് പള്ള വരുന്ന രൂപത്തിൽ നേരെ കിഴക്ക് ഭാഗത്ത് തല വരുന്ന രൂപത്തിൽ കിടത്തുക. എന്നിട്ട് നേരെ മുഖവും എങ്ങോട്ട് തിരിഞ്ഞിരിക്കണം, കിബിലക്ക് തിരിഞ്ഞിരിക്കണം. അപ്പോൾ ചിലപ്പോൾ മുഖത്ത് ഈ തലയുടെ ഭാഗത്ത് എന്തെങ്കിലും വെച്ചുകൊണ്ട് ഒന്ന് ഉയരം കൊടുക്കേണ്ടി വരും. എന്നിട്ട് തലയും കാലും നേരെ കിബിലക്ക് വരുന്ന രൂപത്തിൽ കിടത്തുക. ഇതാണ് പ്രായോഗികമായ രൂപം. അല്ലാതെ വടക്ക് ഭാഗത്തേക്ക് തല അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തേക്ക് തല വെച്ചിട്ട് തല മാത്രം കിടത്തുന്ന രൂപമില്ല. അത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ 2-3 ആളുകൾ സംശയം ചോദിച്ചു. കാരണം അങ്ങനെ ഉണ്ടോ എന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ, തുഫയിലും എല്ലാ ഗ്രന്ഥങ്ങളിലും ആ ഒരു കാര്യം പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മുസ്ലിമായ ആൾ മരിച്ചു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്. കാരണം ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിമായ മനുഷ്യന്റെ പേര് 6 കാര്യങ്ങൾ മറ്റൊരു മുസ്ലിമിന് കടമയാ. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയെ എന്തൊക്കെയാണത്? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, ഒന്നാമത് കണ്ടുമുട്ടിയാൽ സലാം പറയുക. ഒരു മുസ്ലിമിനെ കണ്ടുകഴിഞ്ഞാൽ അയാൾക്ക് ആദ്യമായി സലാം പറയുക. രണ്ടാമതായിട്ട് നബി തങ്ങൾ പറഞ്ഞു, വഇദാ ദഅക ഫഅജിബുഹു, അയാൾ ക്ഷണിച്ചു, വീട്ടിലേക്ക് വരാൻ പറഞ്ഞു, കല്യാണത്തിന് ക്ഷണിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് ക്ഷണിച്ചു, എന്നാൽ ആ ക്ഷണം സ്വീകരിക്കുക. മൂന്നാമത് നബി തങ്ങൾ പറയുകയാണ്, വഇദാ ദഅക ഫഅജിബുഹു, ഉപദേശം തേടിക്കഴിഞ്ഞാൽ അയാൾ ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും നല്ലൊരു ഉപദേശം തരുമോ? അപ്പൊ ഞാൻ തരൂല എന്നല്ല പറയുന്നത്, അയാൾക്ക് നല്ല ഒരു ഉപദേശം കൊടുക്കുക. നാലാമത് നബി തങ്ങൾ പറയുകയാണ്, പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുമ്മിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അപ്പോൾ അത് കേൾക്കുന്ന ആള് യർഹമുക്കല്ലാഹ് എന്ന് അയാൾക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ എന്ന് ദുആ ചെയ്യണം. അതുപോലെ തന്നെ വൈദാ അത്വസഫ ഹമിദല്ലാഹ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ ഒരു മനുഷ്യന് രോഗിയായി കിടന്നു, ആ രോഗിയായി കിടന്ന ആളെ വൈദാ മരിദ ഫഅദുഹു, അയാളെ സന്ദർശിക്കുക. അതുപോലെ വൈദാ മാത ഫത്തബിഹു, അയാള് മരിച്ചു കഴിഞ്ഞാൽ ആ ജനാസയെ അനുഗമിക്കുക. അപ്പോൾ സഹോദരങ്ങളെ, നമ്മളിൽ പല ആളുകളും ഒരാൾ മരിച്ചെന്ന് കേട്ട് കഴിഞ്ഞാൽ ആ വീട്ടിൽ പോകും, എന്നിട്ടോ വീട്ടിൽ പോയിട്ട് മടങ്ങും. എന്നാൽ റസൂലുള്ളാഹിന്റെ സുന്നത്ത് അതല്ല. ആ മയ്യത്തിന്റെ മേൽ, ആ ജനാസയുടെ മേൽ അനുഗമനം നടത്തേണ്ടതാണ്. ആ മയ്യത്തിനെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അതിനോടൊപ്പം പങ്കെടുക്കേണ്ടതാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ മരിച്ചു, എന്നിട്ട് ആ മനുഷ്യന്റെ മയ്യത്തിന് ഒരാള് പള്ളിയിലേക്ക് അതിനോടൊപ്പം അനുഗമിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ഖീറാത്ത് പ്രതിഫലമുണ്ട്. അപ്പൊ ഖീറാത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഉഹുദ് മലയുടെ അത്രയാ. ഉഹുദ് മലയുടെ
അത്രയും പ്രതിഫലം ഒരു മയ്യിത്തിനെ അനുഗമിച്ചാൽ കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മിൽ പല ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലരും വീട്ടിൽ പോകും, എന്നിട്ട് പള്ളിയിലേക്ക് വരില്ല. അതുപോലെ പള്ളി വന്നാൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പങ്കെടുക്കും. നിസ്കാരം കഴിഞ്ഞ് പിന്നെ അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് പോകും. നമുക്കതിൽ പങ്കെടുക്കാനുള്ള സമയവും ഒക്കെ ഉണ്ടായാലും പോലും നമ്മളത് പങ്കെടുക്കില്ല. അങ്ങനെ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഖീറാത്താനി, 2 ഉഹുദ് പർവ്വതത്തിന്റെ അത്ര പ്രതിഫലമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് മയ്യത്തിനെ കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ചകളിൽ പറയാം. അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.